നമ്മളിന്ന് കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന വഴിയാട്ടോ. ഈ വഴിയിൽ കുറേ ഷാപ്പ് റെസ്റ്റോറൻറ്റുകളുണ്ട്. അത് എനിക്ക് ആംബിയൻസ് വൈസ് ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റിലാട്ടോ നമ്മൾ കയറിയത്. ഇവിടെ ആർട്ടിഫിഷ്യൽ മഴയും ഇവരെ ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ ആയിട്ട് തിരിച്ചിട്ട് കാണാൻ തന്നെ ഒരു ഗുഡ് ഫീൽ ആയിരുന്നു ആ റെസ്റ്റോറൻറ്റ്. പുലരി ഫാമിലി റെസ്റ്റോറൻറ്റിലാട്ടോ നമ്മളിപ്പോൾ. ഇവിടെ ഊണിന് നമ്മൾ പോയ സമയത്ത് 100 രൂപയായിരുന്നു. കുറേ സ്പെഷ്യൽ കേട്ടോ, താറാവ് മപ്പാസ്, പന്നി മപ്പാസ്, പിന്നെ സ്പെഷ്യൽ കാന്താരി ബീഫ് ഫ്രൈ, അങ്ങനെ കുറേ സ്പെഷ്യൽസ് ഉണ്ടായിരുന്നു ഇവിടെ. ഇവിടെ നമ്മൾ വാങ്ങിച്ചത് മീൽസ് ആയിരുന്നു. മീൽസിൻ്റെ കൂടെ ചോറുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ തോരനുണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. കാരണം സ്പെഷ്യലിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. പക്ഷേ എന്നാലും നമ്മൾ സ്പെഷ്യലായിട്ടൊരു സ്പെഷ്യൽ വാങ്ങിച്ചു. അതായത് തിലോപ്പി ഫ്രൈയും അതുപോലെ തന്നെ കക്കയിറച്ചി വാങ്ങിച്ചിട്ട്. ഇതിൽ തിലോപ്പി ഫ്രൈ എനിക്കൊരു ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഒരു തിലോപ്പിക്ക് അവർ ചാർജ് ചെയ്യുന്നത് 600 രൂപ. എനിക്ക് തോന്നുന്നു സൈസ് അനുസരിച്ചാണ് തിലോപ്പിയുടെ ചാർജ് എന്ന് തോന്നുന്നു. അപ്പോൾ 600 രൂപയായിരുന്നു നമ്മൾ വാങ്ങിച്ചതിന്. പിന്നെ കക്കയിറച്ചി ഉണ്ടായിരുന്നു. കക്കയിറച്ചി ഒരു പ്ലേറ്റിന് എനിക്ക് തോന്നുന്നു 100 രൂപ 120 രൂപ അവർ ചാർജ് ചെയ്യുന്ന സംഭവം. നല്ല ടേസ്റ്റ് ആയിരുന്നു. കക്കയിറച്ചി നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ തിലോപ്പി എനിക്കൊരു ആവറേജ് ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷേ എന്നാലും അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചു. തിലോപ്പി കുറച്ച് എടുത്തുള്ളൂ, ബാക്കി എല്ലാം കൂടെ കൂട്ടിയിട്ട് വേറെ നിറച്ച് ഞാൻ ചോറ് കഴിച്ചു ഗൈസ്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല ചൂടായിരുന്നു. അപ്പോൾ ഞാൻ ചൂട് സമയത്ത് നല്ല ചൂട് ഫുഡ് കഴിക്കണമെങ്കിൽ, നല്ല ആംബിയൻസിൽ നിന്ന് കഴിക്കണമെങ്കിൽ നമുക്ക് പുലരി ഓപ്റ്റ് ചെയ്യാം കേട്ടോ. ഇതിന് ഞങ്ങൾ 2 പേര് ഫുഡ് കഴിച്ചപ്പോൾ 1000 രൂപ ആയത്. 1000 രൂപ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ വർത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് ആ ഒരു ആംബിയൻസ് ഒക്കെ വെച്ചിട്ട് ഓക്കെ. പിന്നെ എപ്പോഴും സ്പെഷ്യലൊക്കെ വാങ്ങിക്കാൻ നേരത്ത് അതിൻ്റെ പൈസയും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പൈസ നമുക്ക് കൂടുതൽ ലാഭിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ സൈസുകൾ തിലോപ്പിയൊക്കെ അവർ തരും. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ശരി, അപ്പോൾ ബൈ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോട്ടോ നമ്മുടെ ചാനൽ.